പ്രിയമുള്ളവരെ, ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടോ വീഡിയോ ആയി വന്നിരിക്കുന്നത്. ഇപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ വാർഡുകളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് തെരുവിളക്കുകളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അത് വാർഡ് മെമ്പറെ അറിയിക്കും. ചില മെമ്പർമാർ അത് കറക്റ്റ് പെട്ടെന്ന് ശരിയാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. ചിലപ്പോൾ ചില ആളുകൾ പറയും അത് കരാർ അവസാനിച്ച് അല്ലെങ്കിൽ പുതിയ ടെൻഡർ വന്നിട്ട് വേണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ കരാർ അവസാനിക്കുന്നതൊക്കെ മുന്നേ അറിയേണ്ട കാര്യമാണ്. ഒരു എത്ര വർഷത്തിന് കരാറുണ്ട് എന്നുള്ളതൊക്കെ മുൻകൂട്ടി അറിയാലോ പഞ്ചായത്തിന്, സെക്രട്ടറിക്ക്, അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ പുതിയ ടെൻഡർ വിളിക്കുകയും കരാറ് എഴുതുകയും അതൊക്കെയാണ് അതിൻ്റെ നിയമ നടപടി. അത് പോട്ടെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കെ സ്മാർട്ടൊക്കെ വന്നതോടുകൂടി ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ ഘട്ടം ചെറിയ വീഡിയോയിലൂടെയൊക്കെ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ പറഞ്ഞു തരാം. എല്ലാവർക്കും ഇതൊക്കെ അറിയുന്നുണ്ടാവും, പക്ഷേ അറിയാത്ത ആളുകളും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ വാർഡിൽ ഇതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് കംപ്ലൈൻ്റ് ആയി 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടും അതിനൊരു പരിഹാരം കാണാത്തത് കൊണ്ട് ഞാൻ കെ സ്മാർട്ട് വഴി ഒരു അപേക്ഷ പഞ്ചായത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മെല്ലെ കാണിക്കാം. ഇനി അത് എങ്ങനെ നടപടി വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ മെല്ലെ ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ തന്നെ ഞാൻ അറിയിക്കും. അപ്പോൾ ഞാൻ ഇനി മുതൽ ഇങ്ങനെയുള്ള നമ്മുടെ അവകാശങ്ങൾ, ജനാവകാശം എന്നുള്ളൊരു ചാനലിലൂടെ ജനങ്ങളെ അറിയിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഓരോ ചെറിയ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുക. അത് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. അതിന് നിങ്ങൾ അറിയേണ്ടതായ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാം. അതേപോലെ ഇത് ഞാൻ മാത്രമല്ല, ഇതിനെ ഒരു റിട്ടയർഡ് തഹസിൽദാർ KP രാധാകൃഷ്ണ അവർകളും അഡ്വക്കേറ്റ് രഞ്ജിത്ത് തൊറയാറ്റിൽ അവരുടെയൊക്കെ ഉപദേശപ്രകാരമാവും ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വരിക. വീണ്ടും ചെറിയ വീഡിയോയുമായി വീണ്ടും കാണാം.